അവന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നതും. ഹായ് ഗൈസ്, ഐ ആം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മണവാളൻ, എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളി വന്നേക്കാം. എൻ്റെ പ്രേക്ഷകർ സാദരം അതങ്ങ് ക്ഷമിച്ചുകൊള്ളണം. മണവാളൻ കേരളവർമ്മ കോളേജിലെ 2 വിദ്യാർത്ഥികളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി അദ്ദേഹം 10 മാസ കാലയളവായിട്ട് ഒളിവിലായിരുന്നു. ലുക്കൗട്ട് നോട്ടീസ് ഇട്ട് പോലീസ് കാത്തിരിക്കുന്നു, വലവീശുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹത്തെ കിട്ടുന്നില്ല. പക്ഷേ അദ്ദേഹം യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താണ്? തീർച്ചയായിട്ടും നിയമലംഘനമാണ്, നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ നമ്മുടെ നിയമത്തെ വെല്ലുവിളിക്കുകയാണ്, നിയമത്തെ അവഹേളിക്കുക തന്നെയാണ്. ഇതെല്ലാം കാണുന്ന പോലീസുകാർ ഇവനെ കൈ കിട്ടുമ്പോൾ പിന്നെ എന്തുമായിരിക്കും ചെയ്യുന്നത്? കൊണ്ടുപോയിട്ട് അവലൂസുണ്ട് മേടിച്ചു കൊടുക്കും? ഒരിക്കലുമല്ല. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പോലീസുകാർ തീർച്ചയായിട്ടും അവനെ ജയിലിലേക്ക് കയറ്റാനും ജയിലിനകത്തേക്ക് കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ജയിലിനകത്തേക്ക് കയറിയപ്പോൾ അവനെ മുടി മുറിക്കാൻ ഇടയുണ്ടായ മെയിൻ ആയിട്ടുള്ള കാരണം. അത് ഈ കോമൺ സെൻസോടെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് മുടി മുറിക്കാനും മുറിക്കാതിരിക്കാനും ഉള്ള സാഹചര്യവും അല്ലെങ്കിൽ അവർക്ക് അവകാശവും ഉണ്ട്, അല്ലാതെ അവരുടെ താല്പര്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവൻ്റെ മുടി മുറിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇട്ടതിന് ശേഷം ഈ കാണിച്ച പരിപാടികൾ മാത്രമല്ല, അദ്ദേഹം സ്റ്റേഷനകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അമ്മ വീട്ടിൽ നടക്കുന്ന ആൾക്കാരാണ് അവിടെ നടന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് ഈ ഒരു മുടി മുറിക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ കാണാനായിട്ട് ഈ പറയുന്ന ജയിലിലേക്ക്, തൃശ്ശൂർ സബ് ജയിലിലേക്ക് ചെല്ലുകയും ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ കണ്ടത് മണവാളനെ അല്ല, പകരം ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമിനെയാണ്. മുടിയും താടിയും മീശയും എല്ലാം പോയ ഒരു വ്യക്തി. തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോയിലേക്ക് വരാം, ആ പ്രൂഫിലേക്ക് വരാം. ആ അമ്മയുടെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. കൃത്യമായിട്ടും ആ അമ്മയുടെ കണ്ണീരിന് വിലയുണ്ട്, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ പോലീസുകാരെ എത്തരത്തിലും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് എന്നതും തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിച്ചു കൊണ്ടുപോകാതെ ഇദ്ദേഹത്തെ പിടിച്ചതിന് ശേഷം ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് വിലയിരുത്തി നോക്കാം. കർണാടക പോലീസുകാരൻ എന്തിനാ കുടക്കി പോയ ഒളിച്ചു പോയതിനാന്ന് ചോദിച്ചാൽ പോലീസുകാരത്തോടാണ് ഞാൻ ട്രിപ്പ് പോയതാണെന്ന്. മറ്റേ സമ്മർ വെക്കേഷന് പോയതാണല്ലോ. കൊള്ളാം. അത് എന്തായാലും പറയുന്നത് ആരോടാണ്, എവിടെ നിന്നാണ് എന്നുള്ളത്, ആ ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ ചാനലും നമ്മുടെ ഫോളോവേഴ്സും മീഡിയയും തന്നെയാണ് ആ പറയുന്ന ബലം. പക്ഷേ ആ തട്ടകത്തിലേക്ക് കയറുമ്പോഴത്തേന് ആ ബലത്തിൻ്റെ ബലം പോരാതെ വരും. അതിപ്പം ഈ പറയുന്ന നമ്മളാണെങ്കിലും ശരി, ഈ കാണുന്ന നിങ്ങളാണെങ്കിലും ശരി, അത് അവരെ ഒന്ന് ഞോണ്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. അതിനിതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് മാറ്റം എപ്പോഴും വരുമെന്ന് ആരും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇതെല്ലാം കാണിക്കാനിടെ ഉണ്ടായ സാഹചര്യവും കാണിച്ചതെല്ലാം ഈ പറയുന്ന നമ്മുടെ ഒരു ചാനലുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള സ്വയബോധത്തോടു കൂടി തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇൻ കേസ് നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ 2 പിള്ളേരെ വണ്ടി ഇടിച്ചു. ആ പിള്ളേർ ഏത് രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അവരുടെ മാതാപിതാക്കൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും വലിയ ഒരു ആളാണ്, നമ്മൾ ഇത്രയും വലിയൊരു രീതിയാണ് എന്നൊക്കെ കാണിക്കുമ്പോഴത്തേക്കിന് അവരുടെ മാനസിക വികാരം എന്തായിരിക്കും, അവർക്ക് മാനസികമായിട്ട് എന്താണ് തോന്നുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അതങ്ങ് ഏറ്റുപറയുക. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10 മാസ കാലയളവിൽ അതിന് തെളിവുകൾ നിരത്താനുള്ള സമയമുണ്ടായിരുന്നു. നിങ്ങൾക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാവാനുള്ള സമയമുണ്ടായിരുന്നു. ഇത് എല്ലാം ചെയ്യാതെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് പിടിക്കുന്ന സമയം വരെ ഈ മണവാളൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. ഞാൻ മണവാളനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്ന് ഏതോ ഒരു ടോളിൽ വെച്ച് ഇദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെ ഷെയർ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കാണിച്ചത് ഒരിക്കലും മണവാളനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ശക്തമായിട്ട് തിരിച്ചു വരും. ഉമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേന് ഫ്രണ്ട്സിലെ ജയറാമ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. എങ്ങനെയാണോ എന്തോരും നടക്കാൻ പോകുന്നത് ഈ കാണിക്കുന്നതൊക്കെ അറിയാം. നമ്മൾ ഒരു കല്യാണത്തിന് പോവല്ല, നമ്മൾ അവരുടെ തട്ടകത്തിനകത്തോട്ട് പോവുക. സത്യം, അവരുടെ തട്ടകം എന്ന് വെച്ചാൽ ആ ഗേറ്റ് അങ്ങോട്ട് അടഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും, വായ്ത്താളം അടിച്ചാലും, നമ്മളിവിടുന്ന് എന്തൊക്കെ ചെയ്താലും അത് അവരുടെ ഏരിയ. അത് പറയത്തില്ല, ചില കോളനിക്ക് അത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുന്നത്, അന്ധകാരം കോളനി കയറി ഇറങ്ങാൻ പറ്റുന്നത് ബിഗ് ബി സിനിമ പറയത്തില്ലേ, അതുപോലെ ചിലപ്പോൾ അതിനേക്കാട്ടിലും ചീപ്പായിരിക്കും. അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ആ വെളി കൈ കെട്ടുന്ന പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, അത് സിവിൽ പോലീസ് ഓഫീസർ, അവർക്ക് അതിനകത്ത് വലിയ അധികാരമില്ല. ജയിലിനകത്തുള്ള ഒരു സ്റ്റാർ പോലും ഇല്ലാത്ത പോലീസുകാർ എന്തുവാ കാണിക്കുന്നതിനകത്ത് കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പം ഇതൊന്നും അറിയാത്തത് കൊണ്ടും ഇതിനെപ്പറ്റി വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇമാതിരി പരിപാടികളൊക്കെ പോലീസിന്റെ മുന്നിൽ കിടന്ന് കാണിച്ചത്. അതായത് കൂടെ നിൽക്കുന്നതെല്ലാം അളിയന്മാരാണ് എന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം അവർ കാണിക്കും. ഇനി മുടി മുറിച്ചത് അവർക്ക് മുറിക്കാനും മുറിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ അവരുടെ ഒരു ഇഷ്ടമായിരുന്നു. അത് ചെയ്യാനുള്ള കാരണം നീ ഇമാതിരി തെമ്മാടത്തിനെ കിടന്ന് കാണിച്ചത് കൊണ്ട് തന്നെ. കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. ഇതുപോലെ ഞാനും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിലെ മുടി വെട്ടാനായിട്ട് കൊണ്ടുപോകുമ്പോഴേ അന്ന് മുടി വെട്ടുന്നതിന് 10 രൂപ കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇതേപോലെ. ശരിയാ, എനിക്കത് മനസ്സിലാവും. അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ചു മാറ്റിയത്. അവന്
അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഉമ്മയുടെ വിഷമം മനസ്സിലാവും. സ്വന്തം മോനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരിടത്ത് കാണുമ്പോഴും അവൻ്റെ രൂപത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോഴും ഉമ്മയ്ക്കുണ്ടാകുന്ന വിഷമവും ഉമ്മയ്ക്കുണ്ടാകുന്ന ഒരു മാനസികാസ്വസ്ഥത എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഓരോ കാര്യത്തിനും അതിൻ്റെതായ നിയമമുള്ളൂ. ആ നിയമത്തിൻ്റെതായ രീതിയിൽ ഇവൻ ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇവനോട് പ്രവർത്തിച്ചിരുന്നെങ്കിലോ ഒരിക്കലും ആ പോലീസുകാർ ഈ ഒരു രീതിയിലുള്ള ഒരു പരിപാടി ഇവനോട് എടുക്കത്തില്ലായിരുന്നേനെ, തീർച്ചയായിട്ടും എടുക്കത്തില്ലായിരുന്നേനെ. ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനിയെന്ന്. അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു. മര്യാദക്ക് അവിടെ കസേര ഇരുന്നായിരുന്നു അവർ മുറിച്ചു മാറ്റിയിട്ടൊക്കെ പോകത്തേ ഉള്ളായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് അലമ്പ് കാണിക്കാനും യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ കാണിക്കാൻ നിന്നാൽ ഇതുപോലെ പിടിച്ച് നിർത്തി ചവിട്ടി പിടിച്ച് വലിച്ച് കയറ്റിയൊക്കെ ആയിരിക്കും മുടി മുറിക്കുന്നത്. അത്രയല്ലേ ചെയ്തുള്ളൂ. സൈക്കിൾ വരെ ചവിട്ടുന്നുണ്ട്. അവനെ അതൊന്നും ചെയ്ത് കാണത്തില്ല. ഇതിപ്പം നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് പറയാൻ പറ്റുന്നത്. ഇതൊക്കെ ഇതിലും വലിയ കാര്യങ്ങൾ അനുഭവിച്ചിട്ട്, അതായത് നിന്ന നിപ്പിൽ കാറ്റടിച്ചാൽ 2 തുള്ളി മൂത്രം പോകുന്ന കണക്കുള്ള ടീമുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അനങ്ങാൻ പോലും പറ്റാതെ വന്ന് ഇപ്പോഴും കട്ടിൽ ഇങ്ങനെ കൊഞ്ചാണ് കിടപ്പുണ്ട്. അവർക്ക് പുറത്ത് പറയാൻ പറ്റും പേടിയായിട്ടുള്ള ആൾക്കാർ. ആ രീതിയിലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇത് മുടി വെട്ടാതിരുന്നത് കൊണ്ട് ഇവൻ മുടി വെട്ടാൻ പറഞ്ഞിട്ട് ഇവൻ സമ്മതിച്ചില്ല. അവർ കഴുത്തിനെ കുത്തിപ്പിടിച്ച് കയറ്റി കയറ്റി വെട്ടിയും വിട്ട് നടക്കുന്നത്. അല്ലത് ഞാൻ ഉമ്മയുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ്. എന്നിരുന്നാലും നമുക്കതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവും. കുഴഞ്ഞു വീണ് നോക്കുമ്പോ അവരെ വീണ്ടും അവനവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ്, പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ്, ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഫിലിമിൽ. തീർച്ചയായിട്ടും ഇതൊരു അമ്മയുടെ വേദനയായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. കാരണം സ്വന്തം മോനെ, അതിപ്പോൾ എന്താണെങ്കിലും, അത് ക്രിമിനൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കൊലപാതകം ചെയ്താലും അമ്മയ്ക്ക് മകൻ തന്നെയാണ്, അല്ലെ, കാക്കയ്ക്ക് തൻ കുഞ്ഞു പെൺകുഞ്ഞ്. അതുകൊണ്ട് അമ്മയുടെ വിഷമമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും അതൊരു പൊതുസമൂഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു 10 പേര് കൂടുന്നിടത്തോ ചെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിക്കുമ്പോഴോ അതിനകത്ത് ന്യായം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ന്യായം എനിക്ക് തോന്നുന്നത് ഉമ്മയുടെ മോൻ്റെ ഭാഗത്തല്ല. കാരണം ഉമ്മയുടെ മോൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റ് കൃത്യമായിട്ട് തിരുത്താനുള്ള സമയം ഉമ്മയുടെ മോനുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഒരു പ്രവൃത്തികളും ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗം തന്നെ ഉമ്മയ്ക്കൊന്നും തോന്നരുതേ. ഇതുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അപ്പം മുടി മുറിക്കല്ല, അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി അപേക്ഷ വെക്കണം എന്ന് മോൻ പറഞ്ഞു. അത് അവർ കേൾക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ടാകുമ്പോ പറഞ്ഞു എനിക്ക് എന്റെ കൊള്ളാം, ഉമ്മാരുടെ അടുത്ത് ഇത്രയും പരിപാടി കാണിച്ചിട്ട് എനിക്ക് സിനിമയുണ്ട്, എനിക്ക് കല്യാണമുണ്ട്, മുടി മുറിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ കേൾക്കും. അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞാൽ ജയിലിനകത്ത് എന്താ നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അവൻ അതുകൊണ്ടാണ് ആ പരിപാടി കാണിച്ചത്. എനിക്കിപ്പം മനസ്സിലായി. എനിക്ക് എന്റെ ഉപ്പാനൊന്ന് വിളിച്ച് വിവരം പറയണം. ഉമ്മാനെ ഇനി കാണിക്കൂല, എന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ട്. അയ്യോ, അത് നേഴ്സറി കൊണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് മറ്റേ ഡ്രില്ലിന് വെളിയിലോട്ട് കൊണ്ടുപോകുന്നതല്ല, ഇത് ജയിലാ. 10-18 വയസ്സിന് മേളിലുള്ള ചെറുക്കനാ. അവന് ഉപ്പയെടുത്ത് സംസാരിക്കും, ഉമ്മയെടുത്ത് സംസാരിക്കാനൊന്നും അവരെ സമ്മതിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. അവർ സാറന്മാരും ടീച്ചറൊന്നും അല്ല, പോലീസുകാരാ. അതും ജയിലിനകത്തുള്ള പോലീസുകാരാ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഭ്രാന്തനാക്കിയിട്ട് ഞങ്ങള് ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ എന്നുള്ളത്. അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു. ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ടുള്ളത്. എന്നിട്ട് അത് മാത്രമല്ല, ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് അന്ന് പറഞ്ഞ കാര്യത്തിനോട് തീർച്ചയായിട്ടും എനിക്ക് ഉമ്മയോട് യോജിപ്പുള്ളൂ. കാരണം അത്തരത്തിൽ ഒരു വ്യക്തിയെ മാനസികമായിട്ട് ഭ്രാന്തുള്ള ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുന്നത് തികച്ചും അത് വെറും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. കാരണം അവനിപ്പോൾ പറയുന്നത് 10-26 വയസ്സേ ആയിട്ടുള്ളൂ. അവന് 26 വയസ്സിന് ശേഷം ഇവന് വർഷങ്ങളോളം ജീവിക്കാനുണ്ട്. വർഷങ്ങളോളം അവൻ്റെ ഈ ജീവിതത്തിൽ മൊത്തം അവൻ ഈ ഒരു പേരിനെ കേൾക്കേണ്ടി വരും. അത് പോലീസുകാരെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാനസികമായിട്ടുള്ള രോഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് അവനെ ചിത്രീകരിച്ചതാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. കാരണം അവനിനി ഒരു കല്യാണമുണ്ട്, അവനിനി ഒരു കുടുംബമുണ്ട്, അവനിനി 4 പേര് കൂടി നിർത്തി ഇറങ്ങി നടക്കേണ്ടതാണ്. അവൻ ഈ പറഞ്ഞ പബ്ലിക്കിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. എസ്പെഷ്യലി ഒരു പബ്ലിക് ഫിഗർ കൂടാണ്. ഇനി അവൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് മൊത്തം ഭ്രാന്തനായിരിക്കും. അങ്ങനെയാണ്. അതിപ്പോൾ അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ മുഖം കാണിക്കാത്ത, പേര് പറയാത്ത, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത തിരുവാണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പടച്ചു വിടാനായിട്ട്. 1, 3 അല്ല 10, 12 ഫോണുമായിട്ടും ഐഡിയ ആയിട്ട് ഇരുന്ന് ഏതെങ്കിലും അടിച്ച് താക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന തിരുവാണങ്ങൾ. അവന്മാരുടെ മുന്നിലേക്കാണ് ഇത്തരത്തിലൊരു മാനസിക സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കാർഡുമായിട്ട് ഒരു മണവാളൻ എന്ന് പറയുന്ന ഒരു പയ്യനെ പോലീസുകാരായ നിങ്ങൾ അല്ലെങ്കിൽ നീതി നടപ്പാക്കേണ്ട നിങ്ങൾ ഇറക്കി വിടുന്നത്. അത് മറക്കരുത്. താടി തീരെ അവന് വന്നതിന് ശേഷം താടി മുറിച്ച് മാറ്റിയിട്ടില്ല. ആ താടി മുടി മീശ ഒക്കെ അവര് മുറിച്ച് മാറ്റി. അയ്യോ, അത് ഉമ്മ, ഇത് നമ്മുടെ സ്വന്തം വീടല്ല. അല്ലെങ്കിൽ ഇതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. അവൻ താടി മുറിക്കാത്ത ഒരുത്തനാണെന്നൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവര് മുറിക്കും. പിന്നെ അല്ലാതെ ഇമ്മ പരിപാടിയാണെങ്കിൽ അവിടെ നിന്നിട്ട് താടി മുറിക്കില്ല. ഞാനിതുവരെ മുറിച്ചിട്ടില്ല. അറിയാ, മറ്റേ നമ്മുടെ കല്യാണരാമനകത്ത മണവാളനായിട്ട് ഇവിടെ CID മൂസയ്ക്കകത്ത് അലികുമാറായിട്ട് വരുന്ന അവസ്ഥയായിപ്പോയി ദൈവമേ.
ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ജയിലിൽ ഒരു ഉമ്മയോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ, ഇവൻ ജയിലിൽ കാണിച്ച പരിപാടികൾ കാണുമ്പോഴത്തേക്ക് ഇവനെ 26 വയസ്സുള്ള പയ്യനായിട്ടൊന്നും എനിക്ക് കണക്കൂട്ടാൻ പറ്റുന്നില്ല. 14 വയസ്സുള്ള പിള്ളേർക്ക് വരെ ഇതിൽ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്. അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അവരുടെ പ്രവൃത്തി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഏതാണ്ട് ഈ പറഞ്ഞ എൻ്റെ പ്രായത്തിലുള്ള 94 ജനിച്ചിട്ടുള്ളവന്മാരുടെ ഒരു 14-ാമത്തെ വയസ്സ് ഇതുപോലൊക്കെ ആയിരുന്നു. ഇവൻ ഇതുവരെ അവിടുന്ന് വളർന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവൻ്റെ പ്രവൃത്തിയും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് അത്ര ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. മുടി വെട്ടിയാൽ മുടി നമുക്ക് നാളെ വരും, മീശ നമുക്ക് നാളെ വരും, താടി നമുക്ക് നാളെ വരും, യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കയ്യിരിപ്പിനകത്ത് കുറച്ചധികം അപാകതകൾ ഉണ്ടായിരുന്നു. ആ അപാകതകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ജയിലിനകത്ത് ഇത്തരത്തിൽ പോലീസുകാർ ഈ പറയുന്ന മണവാളൻ എന്ന് പറയുന്ന വ്യക്തിയോട് പെരുമാറേണ്ടി വന്നത്. പിന്നെ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചൊരു കാര്യം, ആ ചിത്രീകരിച്ച കാര്യത്തിന് തീർച്ചയായിട്ടും മണവാളൻ ജയിലിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം ഒരു ക്ലാരിഫിക്കേഷൻ തരണം. ആ ഒരു ക്ലാരിഫിക്കേഷനെ തുടർന്ന് തനിക്ക് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം മാനസികമായി കുഴപ്പമുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് പുറത്ത് വന്ന് നമുക്കൊരു ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്, സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് ഈ പറയുന്ന മണവാളന് പോലീസിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ചിരിച്ചവന്മാരെ നാളെ നമുക്ക് കരയിപ്പിക്കാനും പറ്റും. അതിനുള്ള നിയമവും നടപടി ഈ നാട്ടിലുണ്ട്.